സമസ്തയുടെ ഭീഷണിക്ക് മുന്നിൽ സർക്കാർ തൽക്കാലം വഴങ്ങിയില്ല. സമസ്ത സ്കൂൾ സമയം മാറ്റണം എന്ന കടുംപിടുത്തവുമായിട്ട് ഉറച്ചു നിന്നെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും സർക്കാരും നയത്തിൽ, തന്ത്രത്തിൽ ആ കടമ്പ ചാടിക്കടന്നു. പകരം അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് അടുത്ത വർഷം നമുക്ക് ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ്. അപ്പോൾ ഇനി എന്തായാലും സ്കൂള് ഓപ്പൺ ചെയ്ത് ഇത്രയും മുന്നോട്ട് പോയി, 2 മാസം കഴിഞ്ഞ് ഓണപ്പരീക്ഷ വരുന്നു. ഇനി ഒരു മാറ്റം സാധ്യമല്ല. അതുകൊണ്ട് തൽക്കാലം സമസ്ത ഒന്ന് ഒതുങ്ങണം. നമുക്ക് അടുത്ത വർഷം സമയമുണ്ടല്ലോ, ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പൊക്കെ കഴിയും. ഈ ഒരു തന്ത്രമാണോ സർക്കാർ പ്രയോഗിച്ചിരിക്കുന്നത് സമസ്തയെ വരുതിയിൽ നിർത്താൻ? എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്താണ്? വെറും തെരഞ്ഞെടുപ്പാണോ? ഇതിൽ ഈ അടവ് നയം എന്ന് പറയുന്നത് CPM-ന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. അതെ. ചെപ്പക്കുറ്റിക്ക് ഓങ്ങുക, അടിവയറ്റിന് കയറ്റുക, ഇതാണ് അടവ് നയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അത് പാടില്ല. തന്ത്രങ്ങളാവാം, പക്ഷേ കുതന്ത്രങ്ങളാവും. ഈ കുതന്ത്രം എന്ന് പറയുന്നതാണ് അടവ് നയം. ചിരിച്ചുകൊണ്ട്, മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നെഞ്ചത്ത് തൊഴിക്കുന്ന ശൈലി. അതിനാണ് അടവ് നയം എന്ന് പറയുന്നത്. അടവ് നയം ഒരിക്കലും പാടില്ല. തന്ത്രങ്ങളാവാം, ഒരിക്കലും അടവ് നയം നീക്കുപോക്കുകളാവാം, തന്ത്രങ്ങളാവാം. തന്ത്രങ്ങൾക്കൊന്നും പ്രശ്നമില്ല. ചിലരെയൊക്കെ ഒന്നിച്ച് നിർത്താനൊക്കെ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കാം. പക്ഷെ അത് ഈ അടവ് നയം അല്ലെങ്കിൽ കുതന്ത്രമായി മാറുമ്പോൾ അതൊരു അധാർമികതയുമാണ്. അത് കൂടെ നിൽക്കുന്നവനെയും എതിരാളിയെയും ഒരുപോലെ ശത്രുതയിലെത്തിക്കാനും ചതിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അവർ ശത്രുതയിലേക്ക് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സമസ്തയ്ക്കും വന്നു വിട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സമസ്തയോട് അവർക്ക് ക്ലിയർ ആയിട്ട് പറയാമായിരുന്നു. കേരള സർക്കാർ ഇപ്പോൾ വിജയിച്ചു അല്ലെങ്കിൽ വഴങ്ങിയില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വഴങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം സമസ്തയോട് വളരെ വ്യക്തമായിട്ട് പറയാമായിരുന്നു, ഇത് ഹൈക്കോടതിയുടെ തീരുമാനമാണ്. അതെ, നിങ്ങൾ കോടതിയിൽ പോവുക, ഒരു വിധി വാങ്ങിച്ചുകൊണ്ട് വരിക, ഞാനപ്പം അതിന് തയ്യാറാകും എന്ന് പറയാനുള്ള ആർജവം, ചങ്കൂറ്റം, നേർവഴി ഈ സർക്കാരിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ മാറ്റിവെക്കൽ ഭരണത്തിലെ ഒരു രീതിയല്ല. ഇത് പണ്ട് നരസിംഹറാവു നടത്തിയിട്ടുണ്ട്. പിന്നെ AK ആന്റണിക്കും ഇതായിരുന്നു പരിപാടി. ഈ ഒട്ടകപ്പക്ഷിയുടെ മാതിരി പ്രശ്നം വരുമ്പം തല നേരെ മണലിൽ കൊഴുത്തുക. ഇതാണ് മാറ്റിവെക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൽക്കാലം തല മണലിലേക്ക് കൊഴുത്തുക. ഇത് ഒട്ടകപ്പക്ഷിക്ക് വിചാരിക്കുന്നത്, ഒട്ടകപ്പക്ഷി അങ്ങനെയാണ് വിചാരിച്ചത്. എന്തറിയാമോ? സിംഹം വരുമ്പോൾ തല കൊഴുത്തി കഴിഞ്ഞാൽ സിംഹം എന്നെ കാണില്ലെന്നാണ്. സിംഹം വന്ന് അവൻ്റെ കഴുത്തിന് ഈസി ആയിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ഇതുപോലെയാണ് സർക്കാരിൽ മെല്ലെപ്പോക്കും മന്ദഗതിയും മാറ്റിവെക്കലും ഒക്കെ നടത്തിയാൽ വരാൻ പോകുന്നത്. സർക്കാർ എന്ന് പറഞ്ഞാൽ ചടുലമായി. അതാണ് നമ്മൾ BJP സർക്കാരിൽ പലരും കാണുന്നത്. അവർ തീരുമാനമെടുക്കുന്നതിലും നടപ്പാക്കുന്നതിലും തീർച്ചയായിട്ടും ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉപരാഷ്ട്രപതിയെ മാറ്റുന്നതിന് 4 മണിക്കൂറേ വേണ്ടി വന്നു. 4 മണിക്കൂറത്തെ ഒരു ചെറിയ ചർച്ചയ്ക്ക് കൊണ്ട് ആ മാറ്റം സാധ്യമാക്കിയവർ അല്ലേ? അതെ. പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് 4 ദിവസം കൊണ്ടൊരു അവർ സാധ്യമാക്കി. അത് ഇന്ത്യൻ പട്ടാളം അല്ലേന്ന് ചോദിക്കും. പക്ഷെ ഇന്ത്യൻ പട്ടാളത്തിനെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം, ഒരു ഭരണ നേതൃത്വം വരിക എന്നുള്ളത് പ്രധാനമാണ്. ഇതുപോലെയാണ് ഭരണത്തിൽ ചടുലത. K കരുണാകരൻ എന്തുകൊണ്ടാണ് വിജയിച്ചത്? ചടുലമായ തീരുമാനം. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരു ദിശയിൽ പോകുമ്പോൾ അതിൽ അത്യാവശ്യം ഇതാണ്, അപ്പോൾ അത് ചെയ്യുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് കാസർഗോഡ് ഒരു ഉരുൾപൊട്ടലുണ്ടായി. അവിടെ അച്ഛനും അമ്മയും മരിച്ചുപോയ 2 കുട്ടികളെ അവിടെ മുഖ്യമന്ത്രി അവിടെ ചെല്ലുന്നു, അവിടെ വെച്ച് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു ഈ കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കും. ചീഫ് സെക്രട്ടറി ചെവിയിൽ പറഞ്ഞു, സാർ അതിന് നിയമമില്ല, വകുപ്പില്ല. അദ്ദേഹം ഉടനെ മറുപടി പറഞ്ഞു, നിയമമില്ലെങ്കിൽ അത് ഉണ്ടാക്കണം, അതിനാണ് ജനങ്ങളെ ഞങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്, അത് ഞങ്ങൾ ചെയ്തോളാം. ശരിക്ക് നിയമങ്ങൾ വേറെ വേണ്ട. ശരിക്ക് നിയമങ്ങൾ ശരി തന്നെ ആയിട്ട് സർക്കാരിലുണ്ട്. എല്ലാ ശരിയും സർക്കാർ ഓർഡറുകളാണ്, എല്ലാ തെറ്റുകളും സർക്കാർ വിരുദ്ധ ഓർഡറുകളുമാണ്. അപ്പം ശരി ചെയ്യുന്നതിന് വേറെ ഉത്തരവുകളൊന്നും വേണ്ട. ആ ഉത്തരവ് അവിടെ പോയി ചുമ്മാ സൈൻ ചെയ്താൽ മതി. എല്ലാ ശരിയുമാണ് സർക്കാർ ഉത്തരവുകൾ. ഒരിക്കലും ഒരു തെറ്റ് സർക്കാർ ഉത്തരവിൽ വരാൻ പാടില്ല. അത് അല്ലെങ്കിൽ മാറ്റിവെക്കൽ പാടില്ല, അല്ലെങ്കിൽ മെല്ലെപ്പോക്കും പാടില്ല. മെല്ലെപ്പോക്ക് സർക്കാരിന് ചേർന്നതല്ല. കരുണാകരൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, K കരുണാകരൻ ഇല്ലായിരുന്നെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന നക്സൽ ആക്രമണം ഇന്നും കേരളത്തിൽ നടന്നേനെ. ആ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ
വീട്ടിൽ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ തലയറുത്ത് ഗേറ്റിൽ വെച്ചിരിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്നൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അന്ന് അത്രയും വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ പോലും അത് നടന്നു എന്ന് പറഞ്ഞാൽ അത് കരുണാകരൻ്റെ ഒരു ഉരുക്ക് മുഷ്ടിയും പ്രവർത്തനം കൊണ്ടാണ് അത് സാധിച്ചത്. അതുപോലെ ഏത് തീരുമാനങ്ങളും മാറ്റിവെക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് അത്യാവശ്യം ആയ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ടും കൂട്ടി, എന്നാൽ വെള്ളിയാഴ്ച ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. മതത്തിനെയും മതചിന്തകളെയും എന്നിട്ടും ഒരു സമ്മർദ്ദം ഉപയോഗിക്കുകയാണ്. എന്നിട്ടും സമ്മർദ്ദം ഉപയോഗിച്ചിട്ട് അല്ല, ഇതൊന്നും മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്തൊന്നും സമസ്തയ്ക്ക് ഇത്തരം ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു മുസ്ലിം സംഘടനയും ഇത്തരം ഒരു ആവശ്യവുമായിട്ട് രംഗത്ത് വന്നിരുന്നില്ല. അല്ല, അന്ന് ഈ സമയക്രമത്തിൻ്റെത് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ അവർ പറയും. പക്ഷേ അതിനേക്കാൾ അത്ഭുതമായ കാര്യങ്ങൾ അവർ ചെയ്തിരുന്നില്ലേ? അപ്പോൾ ഖുർആൻ പാരായണം നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ കലോത്സവത്തിൽ ഉൾപ്പെടുത്തി അല്ലേ? അപ്പൊ എന്തുകൊണ്ട് മഹാഭാരതവും ബൈബിളും പാരായണം അതിനകത്ത് വന്നില്ല? ഈ വേദം ചൊല്ലൽ മത്സര പരീക്ഷ വെക്കാമല്ലോ. തീർച്ചയായിട്ടും വെക്കാമല്ലോ. അപ്പൊ ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവരിയ്ക്കുമ്പോൾ അതെല്ലാം ചെയ്യും. പക്ഷെ അവരതൊരു രഹസ്യമായിട്ടും അത് പതുക്കെ തന്ത്രത്തിലൊക്കെ ചെയ്യും. നമ്മൾ ആരെങ്കിലും പറഞ്ഞു വഖഫ് ബോർഡിൽ നിങ്ങളുടെ ഭൂമി രാഖ്യരാമായണം എടുക്കാനുള്ളൊരു നിയമം ഉണ്ടെന്നുള്ളത് നമ്മളാരും അറിഞ്ഞില്ലല്ലോ. അത് നിയമം നടപ്പിലായി ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അവരുടെ കൈവശമായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്നിട്ടും ഇപ്പോൾ അവർ ന്യായം പറയുകയാണ്. ഇത് ഞങ്ങളുടേതാണ്, ശരിയായതാണ്, ഞങ്ങളുടെ ദൈവത്തിന് കൊടുക്കുന്നതിനെ തട്ടിപ്പറിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അനധികൃതമായി പിടിച്ചു വെച്ചതിനെ തിരിച്ചു കൊടുക്കാൻ പറയാൻ പോലും പറ്റാത്ത വിധത്തിലാണ് അവരുടെ ഓരോ നീക്കവും. അപ്പം ഇത് അവരങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ അതിന് മുഷ്ടി ചുരുട്ടാൻ ഹെൽപ്പുള്ള ഒരു ഭരണാധികാരി ഇവിടെ ആവശ്യമാണ്. ഇവിടെ ഇപ്പോൾ കീഴടങ്ങുകയാണ് ചെയ്തത്. നമ്മൾ പറയുന്നത് ശരിയല്ല, അത് കീഴടങ്ങിയതല്ല. തൽക്കാലത്തേക്ക് സർക്കാർ വിജയിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം പിന്നീട് വരുന്ന ഒരു ഇതൊരു പ്രോമിസാണ്. ഭാവിയിൽ ഈ പറയുന്നത് പോലെ സമസ്തയ്ക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും സർക്കാർ എന്ന് പറയുന്നത് ശിവൻകുട്ടിയല്ലല്ലോ. സർക്കാർ എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ല. ഈ വിദ്യാഭ്യാസ മന്ത്രി എടുക്കുന്ന ഡിസിഷൻ അടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് ബാധകമാണോ? അടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാൻ നോക്കില്ല, ഞങ്ങളിത് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്നില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നവും അയാൾക്ക് വരാൻ പോവുകയാണ്. ഇത് തൽക്കാലത്തേക്ക് ഒരു പ്രതിസന്ധി മറ്റൊരാളുടെ തലയിലേക്ക് കൊണ്ടിടുന്ന, അല്ലെങ്കിൽ സർക്കാരിന് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇപ്പോൾ തൽക്കാലം സർക്കാർ വിജയിച്ചു എന്ന്. സർക്കാർ വിജയിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ഒറ്റ കാര്യമാണ്, ഞങ്ങൾ ഒരു സാമുദായിക സംഘടനയ്ക്കും വശംവദനാകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും വോട്ട് നേടാനുള്ള ഒരു ശ്രമത്തിൻ്റെ നീക്കം നടക്കുന്നുണ്ട്. ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ടിത് വരാം. ഒരു മതേതര മുന്നണിയായിട്ട് ഞങ്ങൾ മത്സരിക്കാൻ പോവുകയാണെന്ന് പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിപ്പോൾ ഉപകരിക്കുക. ഇത് ഇടതുകാലിലെ മന്ത് വലതുകാലിലാക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഇതിന് യാതൊരു വ്യത്യാസവുമില്ല. അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരണമായിരുന്നെങ്കിൽ ഇപ്പോൾ ചെയ്യണമായിരുന്നു. നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി വാങ്ങിക്കൊണ്ട് പോവാ. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു സംശയമില്ല, ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോട്ടെ. അവർ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയില്ല. അഥവാ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയാൽ അതിന് സുപ്രീം കോടതിയിൽ പോകാൻ വേറെ ആളുള്ളപ്പോൾ വരും ഇത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞേനെ. ഗവൺമെൻറ്റിന് അത് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇത് ഗവൺമെൻറ് ഇത് സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്തത് നാളെ ഇതൊരു വാഗ്ദാനം കിടക്കുന്നത് അടുത്ത വരുന്ന ഗവൺമെന്റിന്, അടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക്, അടുത്ത സർക്കാരിന് ഒക്കെ ഒരു പ്രതിസന്ധി തന്നെ ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.